മാനാർമത്തായിക്കും ഗോപാലകൃഷ്ണനും ബാലകൃഷ്ണനും ഒക്കെ തലവേദന ഉണ്ടാക്കിയ മഹേന്ദ്രവർമ്മേനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മുടെ മാനാർമത്തായി സ്പീക്കിങ്ങിലെ ബിജു മേനോൻ ചെയ്ത ആ വില്ലൻ കഥാപാത്രം. ബിജു മേനോൻ എന്ന നടന്റെ തുടക്കാലത്ത് കിട്ടിയ ഏറ്റവും മികച്ചൊരു വേഷമായിരുന്നു മാനാർമത്തായി. മിനി സ്ക്രീനിലൂടെ വന്ന് പിന്നെ പുത്രൻ എന്നൊരു സിനിമ സംഭവിക്കുന്നു, സമുദായം എന്നൊരു സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബിജു മേനോന് കിട്ടിയ ഏറ്റവും മികച്ചൊരു വേഷം തന്നെ, ഒരു ഓപ്പണിംഗ് തന്നെ പറയാം. കാരണം പുത്രനൊന്നും വലിയ വിജയമല്ലായിരുന്നു. പക്ഷെ 95 വിഷു സീസണിൽ റിലീസായ ഈ ഒരു സിനിമയുടെ ഒരു അനൗൺസ്മെന്റിനെ കുറിച്ചുള്ള ഒരു വാർത്ത അന്നത്തെ മാഗസീനിൽ വന്നിട്ടുള്ള 94 മാഗസീനിൽ വന്നിട്ടുള്ള ഒരു വാർത്ത ഞാൻ ഈ അടുത്ത് എന്റെ കയ്യിൽ ആ ഒരു മാഗസീനിന്റെ ഒരു സോഫ്റ്റ് കോപ്പി കിട്ടി. എൻ്റെ ഒരു സുഹൃത്ത് ദീപക് BSNL വർക്ക് ചെയ്യുന്നത് അദ്ദേഹമാണ് എനിക്ക് ആ ഒരു മാഗസീൻ എനിക്ക് തന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ എവിടുന്നോ വന്ന ഒരു മാഗസീൻ അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരുന്നു. അതിലൊരു വാർത്തയിൽ മാനാർമത്തായി സ്പീക്കിങ്ങിന്റെ ഒരു അനൗൺസ്മെന്റ് ആണ്. അതായത് മാനാർമത്തായി സ്പീക്കിംഗ് ഉടനെ തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട്. ഇതിലൊരു സ്റ്റാർ കാസ്റ്റ്, അതിൽ അഭിനയിക്കുന്ന താരങ്ങൾ പ്രധാനപ്പെട്ട ഇന്നസെന്റും സായികുമാറും മുകേഷും എല്ലാവരുടെയും പേരുണ്ട്. പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പേരുകൾ ശോഭന, നെടുമുടി വേണു, രഘുവരൻ, കൽപ്പന, ഇങ്ങനെയൊക്കെയാണ് അതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നു ശോഭനയുടെ ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. സിദ്ദിഖ് ലാൽ കൂട്ടായ്മയിലെ സിനിമകളിൽ പല സിനിമകളിലും ശോഭനനെ അവർക്ക് അഭിനയിപ്പിക്കണമെന്നുണ്ട്. ഇവർ തുടക്കകാലത്തെ സിനിമകൾ ഗോഡ്ഫാദറിലും ഇനിഹര നഗറിലും റാംജിറാവിലും ഒക്കെ ശോഭനനെ അവർ ട്രൈ ചെയ്തിരുന്നു. ഡേറ്റിന്റെ ഇഷ്യൂ കാരണം ശോഭന അഭിനയിച്ചില്ല. പിന്നീട് ഹിറ്റ്ലറിനാണ് ശോഭന അഭിനയിച്ചത്. അപ്പൊ ശോഭനയ്ക്ക് പകരമായിരിക്കാം പുതുമുഖം വാണി വിശ്വനാഥ് ആ സിനിമയിൽ വന്നിട്ടുള്ളത്. പിന്നെ നെടുമുടി വേണുവിന് പറ്റിയ ഒരു വേഷം എനിക്ക് തോന്നുന്നു ആ വേഷത്തിലേക്കാണ് പിന്നെ ജനാർദ്ദനൻ, നമ്മുടെ ആശാനായിട്ടുള്ള കഥാപാത്രം വന്നത്. പിന്നെ അതില് കൽപ്പനയുടെ വേഷമായിരിക്കാം തുടക്കത്തിൽ അതില് നായിക, സീരിയൽ നായികയായിട്ട് വരുന്ന, സീരിയൽ നടിയായിട്ട് വരുന്ന പ്രിയങ്ക ചെയ്ത ആ ഒരു വേഷം. അപ്പോ രഘുവരന്റെ വേഷം എനിക്ക് തോന്നുന്നു രഘുവരനായിരിക്കാം അതിൽ ആ ഒരു വില്ലൻ കഥാപാത്രം. കാരണം നമുക്ക് അന്ന് ഒരു കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ടുള്ള വില്ലൻ കഥാപാത്രം രഘുവരൻ എന്ന് തമിഴിലൊക്കെ വിലസുന്നതാണ്. മലയാളത്തിലും വ്യൂഹം പോലത്തെ സിനിമകളും ദൈവത്തിന്റെ വികൃതികളിലൊക്കെ പോസ്റ്റ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ചില സിനിമകൾ വില്ലൻ ക്യാരക്ടറും സൂര്യമാനസം പോലത്തെ സിനിമകളൊക്കെ രഘുവരൻ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷെ രഘുവരനായിരിക്കാം ഇവർ ഉദ്ദേശിച്ചത്. ഇവരുടെ ആദ്യ സിനിമയായ ആ തുടക്കാലത്തെ സിനിമയിൽ ഇൻഹരിയർ നഗറിലും ജോൺ ഹോനായി ആയിട്ട് അവർ അന്ന് ആദ്യം രഘുവരനെ ആലോചിച്ചിരുന്നു. പിന്നെ രഘുവരന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടാതെയായിട്ടാണ് അന്ന് തുടക്കക്കാരനായ ഋഷഭാവേനെ ആ സിനിമയിൽ അഭിനയിപ്പിക്കുന്നത്. എന്തായാലും അന്ന് രഘുവരന്റെ ഡേറ്റ് കിട്ടാത്തോടായിരിക്കാം ആ ഒരു വേഷം പുതുമുഖമായ ബിജു മേനോനെ അഭിനയിപ്പിച്ചു. ബിജു മേനോന് റാംജി റാവു അല്ലെ മാനാർമത്തായി സ്പീക്കിംഗ് എന്നൊരു സിനിമ എത്രമാത്രം ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം ബിജു മേനോൻ പിന്നെ വില്ലനായിട്ടും സഹനടനായിട്ടും നായകനായിട്ടും ഒക്കെ മലയാളത്തിലോട്ട് അങ്ങ് തിളങ്ങി, എന്താ പറയുക, പൂണ്ട് വിളയാടുകയായിരുന്നു. ബിജു മേനോന്റെ കാലമായിരുന്നു കുറെ കാലം. ബിജു മേനോൻ, ദിലീപ്, പിന്നെ കുഞ്ചാക്കോ ബോബൻ, ഇവര് 3 പേരായിരുന്നു ഒരു 95, 96 കാലഘട്ടങ്ങളിൽ വന്ന ഒരു ഹീറോസ് ആയിട്ട് തിളങ്ങിപ്പോയത്. ബിജു മേനോൻ പിന്നെ ഹീറോ എന്ന രീതിയിൽ കുറച്ച് ഡൗൺഫോൾ വന്നു. അദ്ദേഹം ക്യാരക്ടർ റോളിലോട്ട് മാറി. പിന്നീട് നമുക്കറിയാം ഓർഡിനറി എന്ന സിനിമ, മേരിക്കുണ്ട് കുഞ്ഞാട്, വെള്ളിമൂങ്ങ, ഒരു 2010 ശേഷമാണ് മറ്റൊരു വേറൊരു ലെവലോട്ടുള്ള ബിജുമാൻ, ഇന്ന് കാണുന്ന ഒരു ബിജുമാൻ, നാഷണൽ അവാർഡ് കിട്ടിയ ഒരു ബിജുമാനിൽ വരെ എത്തിയത്. എന്തായാലും മഹേന്ദ്രവർമ്മയായിട്ട് അന്ന് രഘുവരനായിരുന്നെങ്കിൽ എങ്ങനെയാവുമായിരുന്നു? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അത് നിങ്ങളുടെ അഭിപ്രായം നമുക്ക് കമന്റ് ചെയ്യുക.